ഇസ്രയേൽ അമേരിക്ക സംയുക്ത വ്യോമാക്രമണം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സംയുക്തമായ ഒരു ആക്രമണത്തിനാണ് ഇപ്പോൾ ഇസ്രയേലും അമേരിക്കയും മുന്നിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇറാൻ പ്രത്യാക്രമണം നടത്തുന്നു എന്നുള്ളതാണ്. ഐസൻ ജോസിലേക്ക് പോകുന്നു. ഐസൻ, ഇപ്പോൾ ഇറാൻ പ്രത്യാക്രമണം നടത്തുന്നു എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. ഇസ്രയേലിൽ തുടർച്ചയായി സൈറനുകൾ മുഴങ്ങുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. എന്താണ് സ്ഥിതി? തീർച്ചയായും ഇസ്രായേലിനെതിരെ ഒരു മിസൈൽ ആക്രമണം ഇറാൻ തുടങ്ങി വെച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ആ മിസൈൽ ആക്രമണത്തിൽ ഏത് രീതിയിലുള്ള ആക്രമണമാണെന്നോ അല്ലെങ്കിൽ മിസൈലുകളുടെ സ്വഭാവം എന്തെന്നോ സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. പക്ഷേ എന്ത് തന്നെയായാലും നിലവിലെ സാഹചര്യത്തിൽ അതിശക്തമായ പ്രത്യാക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നും മിസൈലുകൾ അയച്ചിട്ടുണ്ട്, പല മിസൈലുകളും അയച്ചിട്ടുണ്ട് എന്ന ഏറ്റവും പ്രാഥമികമായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിൽ മിസൈലുകൾ എത്തുകയാണെങ്കിൽ അവിടെയുള്ള സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായി ശക്തമായ സൈറനുകൾ ഇസ്രായേലിൽ മുഴങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലൊരു ആക്രമണം നടക്കുന്ന പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള റിയാക്ഷൻസ് ഉണ്ടായിരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരിച്ചൊരടി ഉണ്ടാകുക, ആ തിരിച്ചടി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അതിശക്തമായ ആക്രമണത്തിലേക്ക് നീങ്ങുക എന്ന ഒരു യുദ്ധതന്ത്രമാണ് പ്രയോഗിക്കപ്പെടുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായി കൃത്യമായൊരു നീക്കം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇനിയും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ഇസ്രായേലിന്റെ മാത്രമല്ല, ഇസ്രായേലിന്റെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും സംയുക്തമായ ഒരു ആക്രമണമാണ് നടന്നത് എന്നതുകൊണ്ട് തന്നെ അതിശക്തമായ ഒരു ആക്രമണം ഇരു രാജ്യങ്ങളും ചേർന്ന് ഇപ്പോൾ ഇറാന് നേരെ തൊടുക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായും ഇതൊരു യുദ്ധത്തിലേക്ക് തന്നെ പോകുന്ന സാഹചര്യമാണ് ഉള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മിസൈലുകളാണ് ആക്രമണത്തിന് മിസൈലുകൾ പ്രയോഗിച്ചുവെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ സ്വാഭാവികമായും അതിന് ഇരട്ടി ശേഷിയിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നേരത്തെ നമുക്കറിയാവുന്നതാണ്, ദിവസങ്ങളോളം നീണ്ടുനിന്ന ആ ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് അമേരിക്ക അവസാന ഘട്ടത്തിൽ ഓപ്പറേഷൻ മിഡ്നൈറ്റ് ഹാമർ എന്ന ഒരു സംവിധാനവുമായി എത്തിയത്. അതുപോലുള്ള അത്രയും കാത്തു നിൽക്കാതെ തന്നെയുള്ള ഒരു പ്രതികരണം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഐസൻ, അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ഭാരതീയരുടെ കാര്യത്തിൽ ആശങ്ക വേണ്ട. കൃത്യമായ ഔദ്യോഗിക നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ ഔദ്യോഗികമായി വരുന്ന അറിയിപ്പുകൾ കൃത്യമായി പാലിക്കുക, നിർദ്ദേശങ്ങൾ അതേപടി അനുസരിക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ എംബസി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ പോലും 16 രാജ്യങ്ങൾ, ഏതാണ്ട് ചൈന അടക്കമുള്ള രാജ്യങ്ങൾ ഇറാനിൽ നിന്ന് അവരുടെ പൗരന്മാരെ തിരിച്ചു വിളിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ച് പരിശോധിച്ചാൽ ഒഴിപ്പിക്കൽ അത് അടിയന്തരമായ ഒരു സാഹചര്യമാണോ ഐസൻ? എന്താണ് സ്ഥിതി? നിലവിലെ സാഹചര്യത്തിൽ ഒഴിപ്പിക്കൽ ഒരു അടിയന്തര സ്വഭാവത്തിലേക്ക് തന്നെ പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നമുക്കറിയാവുന്നതാണ്, ഇത്തരത്തിലൊരു ആക്രമണത്തിനുള്ള സാധ്യതയുണ്ട് എന്ന് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് സൂചന നൽകുന്നു. അത് എപ്പോൾ എങ്ങനെയെന്ന് സംബന്ധിച്ച് വിശദീകരണം നൽകാനാവില്ല എന്ന് പറയുകയും ചെയ്യുന്നു. അതിന് പിന്നാലെ തന്നെ കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. ഐസന്റെ കോള് കട്ടായിട്ടുണ്ട്. എന്തായാലും നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഐസൻ, അത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളിലേക്ക് കൂടി പോവുക. എന്തായാലും ഇറാനിൽ കടുത്ത സൈനിക നടപടിയിലേക്കാണ് കടന്നിരിക്കുന്നത് ഇസ്രയേൽ എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇറാനിൽ മാത്രമല്ല, ഇപ്പോൾ ലബനനിലും ഇസ്രയേൽ ആക്രമണം നടക്കുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ തന്ത്രപരമായ മേഖലയിലടക്കം മിസൈൽ ആക്രമണം എന്നുള്ള സൂചനകൾ കൂടി മണിക്കൂറിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് സുപ്രധാനമായ വിവരം. എന്തായാലും ആണവ ചർച്ചകളെ ചൊല്ലി സംഘർഷം രൂക്ഷമായിരിക്കെയാണ് ഇസ്രയേൽ അമേരിക്ക സംയുക്ത സൈനിക നടപടി ഇറാനിൽ ഉണ്ടായി എന്നുള്ളതാണ്. എന്നാലും US സഹായത്തോടുകൂടി ഇസ്രയേൽ ഇറാന്റെ തലസ്ഥാനത്താണ് ആക്രമണം നടത്തിയത്. പലയിടങ്ങളിലായി മിസൈലുകൾ പതിച്ചു. ഇറാൻ അക്ഷരാർത്ഥത്തിൽ നടുങ്ങി വിറച്ചു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഇറാൻ ഒരു പ്രത്യാക്രമണം നടത്തുന്നുണ്ട്. ഇസ്രയേലിൽ സൈറനുകൾ തുടർച്ചയായി മുഴങ്ങുന്നുണ്ട് എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. ടെഹ്റാന്റെ പല ഭാഗങ്ങളിൽ നിന്ന് പുകപടലങ്ങൾ ഉയർന്നത് കാണാമായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിലെല്ലാം തന്നെ കാണാം. ഈ പുകപടലങ്ങൾ ഉയർന്നത് മാത്രമാണ് നമുക്ക് ആദ്യം ലഭിച്ചിരുന്ന വിവരം എന്നുള്ളതാണ്. പിന്നീടാണ് അത് എത്രത്തോളം വലിയ ആക്രമണമാണ് എന്നുള്ളത് വ്യക്തമായത്. എന്തായാലും ഖമേനി എന്ന വ്യക്തിയെ ഉന്നമിട്ട് പരമോന്നത പദവിയിലുള്ള വ്യക്തിയാണ് ഖമേനിയെ ലക്ഷ്യമിട്ട് തന്നെയാണ് ഇസ്രയേലിന്റെ ആക്രമണം എന്നുള്ളതാണ്. ഐസൻ, ഖമേനിയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ ഖമേനിയുടെ ഖമേനി ഈ ഓഫീസിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ഖമേനിയുടെ ഓഫീസുകൾക്ക് സമീപത്താണ് ആദ്യ ആക്രമണം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഐസൻ, ഈ ഖമേനിയുടെ നിലവിലത്തെ സാഹചര്യം എന്താണ്? ബങ്കറിലാണോ?
രാഖി, തീർച്ചയായും അദ്ദേഹത്തെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി, ബങ്കറിലേക്ക് മാറ്റി എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആയത്തുള്ള അലി ഖമേനിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയെന്ന ഒരു സ്ഥിരീകരിക്കാവുന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഓഫീസുകളിലെല്ലാം തന്നെ ശക്തമായ ആക്രമണം നടന്നിരിക്കാമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ ആക്രമണം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആക്രമണ വിവരങ്ങളും ആ ആക്രമണം നടന്ന പ്രദേശങ്ങളും പരിശോധിക്കുമ്പോൾ അത്തരത്തിലുള്ള സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നതെന്ന് നിരീക്ഷിക്കപ്പെടാവുന്ന ഒരു പശ്ചാത്തലം തന്നെയാണുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും അനുകൂലമായ, ഏറ്റവും ഗൗരവതരമായ ഒരു വിഷയമായി നിലനിൽക്കുന്നത് ഈ പ്രശ്നം തന്നെയാണ്. ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രത്യാക്രമണം കൂടി നടന്നിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങാനുള്ള സാധ്യത ഇനിയും നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഇറാനിൽ നിന്നും ഒരു പക്ഷേ ആയത്തുള്ള അലി ഖമേനിയെ രക്ഷപ്പെടുത്തി മറ്റേതെങ്കിലും രാജ്യത്തേക്ക് മാറ്റാനുള്ള നീക്കങ്ങളും നടക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും ഈ ഇസ്ലാമിക പുണ്യമാസമൊക്കെയായ സാഹചര്യത്തിൽ അതിന് അനുകൂലമായ നിലപാട് ഒരു പക്ഷേ പല രാജ്യങ്ങളും സ്വീകരിക്കാനും സുരക്ഷിത സ്ഥാനമായി തങ്ങളുടെ രാജ്യത്ത് ആയത്തുള്ള അലി ഖമേനിയെ സംരക്ഷിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നതിനുമുള്ള തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അത്തരം ഒരു നടപടി ഉണ്ടാവുകയും ചെയ്യുമെന്ന് പ്രാഥമികമായി നമുക്ക് പരിഗണിക്കാവുന്ന ഒരു വിഷയമാണ്. പക്ഷേ ബങ്കറുകളിൽ ഒളിപ്പിച്ചു, ബങ്കറുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, ഖമേനിയെ ഇല്ലാതാക്കുക എന്ന കൃത്യമായ ലക്ഷ്യമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഈ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ആത്മീയ നേതൃത്വം ഇല്ലാതാകുന്നതോടെ സ്വാഭാവികമായും ആ ആത്മീയ നേതൃത്വം ഇല്ലാത്ത ഒരു സംവിധാനത്തെ കുറെ കൂടി കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാനും ആ ഇസ്ലാമിക് റെജിമിനെ 47 വർഷമായി തുടരുന്ന ഇസ്ലാമിക ഭരണകൂടത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനുമുള്ള നടപടികളിലേക്ക് കടക്കാനാകുമെന്ന പ്രതീക്ഷയും പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് നിലവിലെ സാഹചര്യത്തിൽ ഖമേനിയുടെ ഈ നേരെ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ ഖമേനിയുടെ ഓഫീസുകൾക്ക് നേരെയും അതിന്റെ പരിസരത്തുമെല്ലാം ഉണ്ടാകുന്ന ആക്രമണത്തെ നിരീക്ഷിക്കുകയും ചെയ്യേണ്ടത്.